ഹായ് ഗുഡ് മോർണിംഗ്. ബാ അങ്ങോട്ട് വാ, പാല് വാങ്ങിയിട്ട് തരാം കേട്ടോ. ഫുഡ് പാല് വാങ്ങാൻ പോവാ. അടുക്ക് ഇവിടെ ഇരി, ഇവിടെ കയറിയിരി, അവിടെ ഇരിക്കട്ടോ. നല്ല വിളിക്കണ്ട. പാല് വാങ്ങിയിട്ട് തരും കേട്ടോ. ഫുഡ് പാല് വാങ്ങിയിട്ട് തരും. ഇപ്പം വരും പാലിപ്പോൾ വരും കുട്ടിയെ. എന്നിട്ട് തരാം. അവിടെ അടുക്കളയ്ക്ക് പോയിട്ട് ആരും ഇല്ല ആടാ തരാൻ, എനിക്ക് എടുത്ത് തരാൻ. ബാ ഇവിടെ ഇരി പൊന്നു, വാ ഇവിടെ ഇരുന്നോ. ഇവിടെ മുത്തുമണി ഇവിടെ ഇരുന്നോ. വാ കുഞ്ഞാ, ഇവിടെ കയറിയിരി. പിന്നെ ഇവിടെ ഇരി, ഇവിടെ ഇരി. യാതൊരു നിക്കപ്പുറക്കിയുമില്ല. ഇപ്പം വരും പാല്. അമ്മ ചീത്ത അറിയോ പാല് വാങ്ങിയില്ലെങ്കിൽ. അതാ അവിടെ ഇരുന്നു കേട്ടോ. പാല് കണ്ടി വരുന്നുണ്ടോ? ഏത് ഭാഗത്തു നിന്നാണ് അവ വരല? ആദ്യമായിട്ടാണ് വാങ്ങുന്നത്. അതായിരിക്കും. എന്താ പിന്നെ അതിലങ്ങനെ പാല് കിട്ടി. അതിന് ഫുഡ് തരാം. ഫുഡ് കാണോടി, വടി. മതിയോ? എന്നാ തൂത്ത് നിലത്ത് നിന്നോണ്ടി തിന്നോ. നാളെ മോള്. ഹേ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഹലോ ഗായ്സ്. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്യുന്ന ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഡേയിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. എനിക്ക് കാര്യമായിട്ട് ഡേ ഉണ്ടാവില്ല, കാരണം ഞാൻ 10 മണിക്ക് എണീക്കൽ. അപ്പോൾ ഇന്ന് ഞാൻ നേരത്തെ എണീച്ച്, ഞാൻ സാധാരണ സുബൈ നിസ്കരിച്ച് കിടന്ന് ഉറങ്ങി, പിന്നെ 10 മണിക്ക് എണീക്കൽ. ഇന്ന് ഞാൻ നിസ്കരിക്കാൻ എണീച്ച് പിന്നെ ഉറങ്ങിയില്ല അല്ലേ വെളും. നീ എപ്പോഴാണ് എണീച്ചേ? നീ രാവിലെ എങ്ങനെ എണീച്ചേ? രാവിലെ അന്ന് സ്പൈഡർമാൻ കൊണ്ടുപോയെന്നും പറഞ്ഞ എണീച്ചേ. സ്പൈഡർമാൻ ആരാ കൊണ്ടുപോയേ? കാജുവിനെ സ്പൈഡർമാൻ കൊണ്ട്. അപ്പോൾ ഒന്ന് അങ്ങനെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ ചെറിയ ഒരു കുട്ടി ബ്ലോഗാണ് കേട്ടോ നമ്മളിന്ന് വിചാരിക്കുന്നത്. അല്ലേ മോളെ? എന്തെങ്കിലും പറയ്. പൊന്നുവിൻ്റെ സ്വന്തം ചാനലാ, ഒന്നുകൊണ്ട് പേടിക്കണ്ട കേട്ടോ. അപ്പോൾ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം ഗൈസ്. പിന്നെ എന്നോട് കുറേ ആൾക്കാരൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല ഡേ ഇൻ മൈ ലൈഫ്. എന്നാലും ഒരാൾ പറഞ്ഞു കമൻറ്റിൽ. അപ്പം ഞാൻ അന്ന് ചെയ്യാൻ വിചാരിച്ച്. എല്ലാവരും പറഞ്ഞിട്ടൊന്നുമില്ല, നിർബന്ധിച്ചിട്ടൊന്നുമില്ല. പിന്നെ എനിക്ക് ജാടൊന്നും ഇല്ലാത്തതും കൊണ്ട് ഞാൻ ഇന്നായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് അല്ലേ. പിന്നെ കുറേ നീട്ടി ലാഗാക്കുന്നൊന്നുമില്ല. എനിക്കറിയില്ല ഇനിയിപ്പോൾ വൈകുന്നേരം വരെയുള്ള ഇടുമ്പോൾ, വൈകുന്നേരം രാത്രിയോ ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ ഒരു ഡേ ഫുള്ള് വേണ്ടി വരും അല്ലേ. അപ്പോൾ രാത്രി വരെയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഗൈസ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഗൈസ്, പറയ്. ഇതൊക്കെ പറഞ്ഞാലേ മന്തിട്ട് ചിരിച്ചടിച്ചാൽ മന്തി വാങ്ങി തരൂല ഞാൻ. എന്താ എനിക്ക് വേണ്ടിയ, മന്തിയോ ചോക്ലേറ്റാ മോളെ? ചോക്ലേറ്റാ? അത് മന്തി ഇഷ്ടമല്ല? 10 രൂപേൻ്റെ ചോക്ലേറ്റ്. സെറ്റ്. അപ്പം ഡയറി മിൽക്ക് ആക്കല്ലേ നമുക്ക്? സെറ്റടി. ഞാൻ രാവിലെ നേരത്തെ എണീച്ചുകൊണ്ടാണ് ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ എന്തെങ്കിലും ഇങ്ങനെ വീഡിയോ ഇടണ്ടേ, അല്ലെ പിന്നെ എന്നാൾ സ്റ്റോപ്പ് ആയിപ്പോണ പിന്നെ ഇടുക തന്നെ ഇല്ല. അങ്ങനെയാണ്. അപ്പോൾ ഇതുമ്മ കറിക്ക് വേണ്ടി എടുത്ത് വെച്ചാണ്. മുട്ടക്കറിയാണ് വിചാരിച്ചത്. പിന്നെ ഐഷു സാധാരണ എണീക്കൽ 9:30 എൻ്റെ കൂടെ തന്നെയാണ്. പക്ഷേ ഓളും ഒന്ന് കറക്റ്റ് നേരത്തെ എണീച്ചിരിക്കണം. രാവിലെ ഞാൻ നോക്കുമ്പോൾ അങ്ങനെ എണീച്ച് ചിരിക്കുക. സ്പൈഡർമാൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ചിരി. എന്തോ ഉറക്കത്ത് കണ്ടതായിരുന്നു. പിന്നെ ഇവിടെ 2 മീൻകാരൻ വരും കേട്ടോ രാവിലെ. അപ്പോൾ ഒരാൾ 8 മണിൻ്റെ ഉള്ളിലായിട്ട് വരും. അപ്പോൾ ചിലപ്പോൾ പണിയിലായിക്കല്ലോ. അപ്പോൾ അധികം അവരോട് വാങ്ങലില്ല. ഞങ്ങൾ രണ്ടാളും എന്നാൽ ഐഷു വേഗം ഇത് പാത്രം എടുത്ത് ഇറങ്ങി. ചെറിയ മത്തില്ലേ, അതാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചെറിയ മത്തി പൊരിച്ചാലൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ മത്തി തന്നെ മതി. വേറെ എന്തോ ഒരു മീനും കൂടിയേ ഉള്ളൂ. അപ്പോൾ അല്ലാണ്ട് കുറേ ഒന്നുമില്ല. പിന്നെ ഞങ്ങൾ അമ്മൻ്റെ കോഴിക്ക് കൊടുക്കുക കേട്ടോ. മോളെ തുറക്ക്. ആവുമോ? അങ്ങോട്ട് കയറൊന്നും വേണ്ട. എന്തേത്ത് അങ്ങനൊക്കെ പൂട്ടി ഭദ്രാക്കിയച്ച്.
ഏടെ കേറിയിരിക്കുക അതിൻ്റെ ഉള്ളിലോ? എന്താ കേറണേ വെച്ച എനിക്ക് വിവരമുണ്ടല്ലേ? അല്ല അയിക്കോ അതിനെ തുറക്കണ്ട. ഇവലെ രണ്ടാൾ ടോട്ടൽ 6-7 ഹായ് ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. നല്ല രസമായി പൂച്ചനാണ്. കണ്ടില്ലേ കണ്ണൊക്കെ എഴുതിയ പൂച്ച. വിലക്കിച്ച് അയ്യോ ബാ ഇറങ്ങിക്കോളി. ചളിയാക്കണ്ട മേല്. ഫുഡ് വേണോ? എന്നാ പോവല്ല. എന്തേതാ പരിപ്പും കൂട്ടിങ്ങി തിന്നണേ തിന്നോ. എന്തേതാ പൂവൻ കോഴിയെ പേടിത്തണ്ട. ഏട്ട് ഇറങ്ങിയോട്. ഭയങ്കര പേടിയാലേ മോളെ. ഇതൊന്ന് പിടി. എൻ്റെ കയ്യിലുള്ളതെന്ന് എടുത്താ. ഒരു കാര്യത്തിനാ ഇത്. ഞാൻ ഇന്നലെ വാങ്ങിയ സാധനം നോക്കിക്കേ. എന്താ എന്തോ ഒരു കേക്ക്, ചെറിയ പീസ് ഓഫ് കേക്കല്ലേ. ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്താൽ എനിക്ക് റീഗ്രറ്റ് അടിച്ചിരുന്നു. 150 ഉറുപ്പ്യക്ക് ഇതിൻ്റെ ഇത്രയേ ഉള്ളൂ. ഞാൻ ഓൺലൈനിലേക്ക് കണ്ട്, അതുകൊണ്ട് ഓർഡർ ചെയ്തപ്പോൾ എനിക്ക് അറിയില്ല ഇത്ര ചെറിയ ബോക്സാണ്. മോളെ ആ ചെരുപ്പ് ഊരിട്ടാള്. ഗൈസ് അത് ജുസാലിൻ്റെ ഡ്രസ്സാ. നേരെ അങ്ങോട്ട് നോക്ക്. ജുസാലിൻ്റെ ഡ്രസ്സ് കാണിച്ചു കൊടുക്കട്ടെ. ഇതെന്തിൻ്റെ ബില്ല? അറേബ്യൻ വില്ലേജിൽ നിന്ന് ഞാനോ വാങ്ങിയില്ല. മന്തിൻ്റെ ബില്ല. ഇതാണ് കേട്ടോ നേരത്തെ പറഞ്ഞ സ്പെഷ്യൽ കറി. നല്ല ടേസ്റ്റാ. അമ്മേൻ്റെ ഒരു മാസ്റ്റർ പീസ് ആയിട്ട് കണ്ടില്ലേ? ഒത്തിരി ഒടുക്കും വെച്ചേ. ഞാൻ ഇതൊക്കെ തിന്നട്ടെ. നല്ല രസമുണ്ട്, രസമുണ്ട്. അടിച്ചാരി കഴിഞ്ഞോ? കൈ അടിച്ചാരി കൂട്ടിയാ? മിന്നിനെ കണ്ടിഞ്ഞ അടിച്ചാരിയപ്പോ? ഇതെന്തിനാ ഇവിടെ സ്റ്റൂൾ കൊണ്ടിട്ട്? നെയ്യാണ് മുസല്ലൊക്കെ എടുത്ത് വെച്ചിട്ട് അടിക്കി. മുസല്ല നല്ല അടിക്കണേ. ആ ബെഡിലേക്ക് എടുത്തേക്കിട്ടോ. വിക്കല്ല. ഇവള് ഇവിടെ വന്നാ നമുക്ക് എപ്പോഴും ഫുൾ ഇവള് വന്നാ പിന്നെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് ഞാൻ പാത്രമൊക്കെ കഴിച്ച് ഇവള് അടിച്ചായിരുന്നു കേട്ടോ. പിന്നെ വേറെ ആരും അടിച്ചാരിയില്ല. കാരണം അവള് അടിച്ചാരുമ്പോൾ തന്നെ നല്ല വൃത്തി. ഇപ്പം പാത്രമൊക്കെ കഴിച്ച് ഐഷു അടിച്ചായിരുന്നുണ്ട്. ഐഷു മീൻസ് ഐഷു എന്ന് പറഞ്ഞാൽ എൻ്റെ താത്തൻ്റെ 2ാമത്തെ മോളാണ് കേട്ടോ. ഓള് വിടാൻ നിൽക്കണ നമുക്ക്. പിന്നെ സിനാൻ ഇത് കുറേ നെഗറ്റീവൊക്കെ ഞാൻ അങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ ഗൈസ് എന്താ പറയുക, അങ്ങനേ അല്ല ആൾ. വീഡിയോയിൽ വെറുതെ എന്തെങ്കിലും പറയണ്ടേ വിചാരിച്ച് പറയാണ്. ആൾ അങ്ങനെ അല്ല കേട്ടോ. ശരിക്ക് എന്താ പറയുക, അതിന് ഉള്ള ഒരു എന്താ പറയുക ഭയങ്കര എക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ. വിളിച്ചു നോക്കട്ടെ. എണീച്ചിക്കണോ? അമ്മേൻ്റെ ഫോണിലാണ് വിളിക്കുന്നത്. എടുക്കുവാ അറിയില്ല. എടുക്കൂ. മറ്റൊരു കോളിലാണ്. ദയവായി ഹോൾഡ് ചെയ്യുക അല്ലെങ്കിൽ പിന്നീട് വിളിക്കുക. മറ്റൊരു കോളിൽ ഇന്ത്യ വിളിക്കാത്ത ഞാൻ ഇന്ത്യയിൽ വീഡിയോ എടുക്കാം. അതുകൊണ്ടാണ് ഞാൻ ഇന്ത്യ വിളിക്കുന്നത്. അപ്പോൾ ഗൈസ് അങ്ങനെയൊക്കെ ആണ്. വിളിക്കേണ്ട എടുത്തോക്കാം. ഹലോ, എന്താ അരുവാനെ ഫോൺ എടുക്കാത്ത? ഓ മോളെ വിളിച്ചില്ലല്ലോ. മോളെ ഫോണിക്ക് മിസ് കോളൊന്നും വന്നില്ല. 11:45 മോള് ഉറങ്ങിണ്ടാവും കേട്ടോ. മോക്ക് സുഖമല്ല, കാണാൻ വരാൻ പറയാൻ വിളിച്ച വരുവാനെ. മോ വന്നാ ചിലപ്പോ മാറും. നന്നായി ഇന്ന. അപ്പൊ അതിൻ്റെ അടുത്ത് മരിച്ചാലോ? ആണില്ലേ? നന്നായി ഇന്ന. ആൾക്കാർ പറയുന്നേ നല്ല പേടിയുണ്ട്. ആൾക്കാരനി എന്താ പറയാണ്ടോ? കൊറേ പറഞ്ഞില്ലേ യൂട്യൂബില്. എന്താ ഇല്ലാണ്ടായി പോയി? നന്നായി. ഇത് നോക്കി. നിങ്ങളെപ്പോഴാ എണീച്ചേ? എന്താ എടുക്കണ്ട.
ഹലോ ഇതേ താങ്കൾ കേട്ടാ ഹോൾഡ് ആക്കിപ്പോയി. നിങ്ങൾ എന്തിനാ സ്പീക്കറിലിട്ട്? നിങ്ങൾ ചാടിച്ചോ? വണ്ടി ആടണ്ടോ? വണ്ടി ആടണ്ടോ? എപ്പോഴാ എടുക്കണേ? ഷെറിൻ താത്തൻ്റെ ആയിരുന്നോ? എന്താ നേരത്തെ എണീച്ചൂടാ? 9 മണിക്ക് എണീറ്റല്. നിങ്ങൾ ഇന്നലെ എന്താ 11:45 ആയേ? ഞാൻ ഫോണിലാണെങ്കിലൊന്നല്ല, പക്ഷെ ഞാൻ കേട്ടില്ല. ഉറങ്ങിയിട്ട് പിന്നെ ഉറങ്ങാൻ എടുക്കാൻ ഞാൻ ഇവിടുന്ന് പക്ക ഒന്നെങ്കിൽ രാവിലെ 10 ഞാനിപ്പോൾ 10 മണിക്ക് എണീറ്റാണെങ്കിൽ രാത്രി ഞാൻ 11 മണിക്ക് ഉറങ്ങാം. ഇന്നിപ്പോൾ രാവിലെ നേരത്തെ എണീച്ചിട്ട് സുബൈക്ക് എണീച്ചാൽ ഉറങ്ങില്ല. അപ്പം ഞാൻ രാത്രി 9:45 ആകുമ്പോൾ ഉറങ്ങാം. ആരും ഫുള്ള് നാളെ നിൽക്കണ്ടല്ലേ? അക്ഷയ പോകാണ്ട് ഇസ്രം കാർഡ് റെഡിയാക്കാൻ ടീച്ചർ പറഞ്ഞ എപ്പോഴാണോ? ചിലപ്പോൾ ഒന്ന് ആവി പിടിക്കാൻ പോകണം. വലുതായിട്ട് മാറിയിട്ടൊന്നുമില്ല, ചിലപ്പം പോവുകയില്ല. എന്നാ ശരി, പോകുമ്പോൾ വിളിക്കാണ്ട്. ഓക്കെ എല്ലാം വെച്ച് ഇപ്പം കണ്ടില്ലേ? ഇത്രയേ ഉള്ളൂ. വെറുതെ ഇപ്പം എന്തെങ്കിലും പറഞ്ഞോ? ഇല്ലല്ലോ, അറിയാൻ പോലും ഇല്ല കേട്ടോ. ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാൻ ഞാനാണ് പറഞ്ഞിട്ടില്ല, പറയാൻ മറന്നുപോയി. അപ്പോൾ ഗൈസ് അങ്ങനെയൊക്കെയാണ് സംഭവ വികാസങ്ങൾ. ഞാൻ എന്നിട്ട് എനിക്കിപ്പോൾ എന്താ പണിയുള്ളത്? പേര് വെക്കുന്നത് ചെറുപയറാണ്, കറി വെക്കുന്നത് മത്തിയാണ്. മത്തിമ്മ മുറിക്കും. മത്തിയൊന്നും ഞാൻ തൊടയില്ല, മുറിക്കല്ല, എനിക്ക് നോക്കാനും വരും. കറി വെക്കുന്നത് മത്തി, പൊരിക്കുന്നത് മത്തി. എൻ്റെ ഫേവറേറ്റാണ് മത്തി പൊരിച്ചും ചെറുപയർ ഉപ്പേരിയും പപ്പടം പൊരിച്ചും കൂടി ആയാൽ നൈസായി. അപ്പം ഗൈസ് അപ്പോൾ ഉമ്മ ഇപ്പോൾ എന്താ എടുക്കുക? അമ്മ ഇപ്പോൾ അരി ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇനിയിപ്പോൾ ബാക്കി എന്തൊക്കെ ചെയ്യുന്നത് പോയി നോക്കട്ടെ കേട്ടോ. അല്ലെങ്കിൽ കുറച്ച് നേരമൊക്കെ എടുക്കട്ടെ, ഏതെങ്കിലും ഒന്ന് ചെയ്യട്ടെ. ഇപ്പം ടൈം ഏകദേശം 10:30. ഇതിൽ ചെറുപയറുപ്പേരുണ്ട്. ഇത് മീൻകറിക്ക് വേണ്ടി ചട്ടി വെച്ചാണ്. ഇത് ഇതിൻ്റെ പേരെന്തേത്തഞ്ഞു? എന്തോ ഒരു സാധനം ഉണ്ടായില്ലോ ചെറിയ മുത്താറി കൊണ്ട് ഉമ്മ ജ്യൂസ് അടിച്ച് വെച്ച അല്ല പായസം ഉണ്ടാക്കിയാണ്. പക്ഷേ ഞാൻ കുടിക്കൂല, എനിക്ക് വേണ്ട. നിങ്ങൾ കുടിച്ചോളിട്ടോ അമ്മ. ആ കുട്ടിക്ക് ഒരു ഗ്ലാസ് കൊടുക്കി. എനിക്ക് മുത്താറി കൊണ്ടുള്ള പായസം തരട്ടെ മോളെ? തുള്ളി മതി? തുള്ളി ഉറ്റിച്ചെന്നാ മതിയോ? അമ്മ കറിക്ക് ഇത്ര മീൻ വേണ്ട, പൊരിക്കാൻ എടുത്തോളിക്ക് പൊരിച്ച മീനാ വേണ്ടി. ഉമ്മ കറിയിൽ ഇത്ര മീൻ വേണ്ടമ്മ. എനിക്കൊക്കെ കറിനോട് എന്തൊരു ഇഷ്ടത്ര. മോക്ക് ഞാൻ ആ ക്ലാസ്സിൽ മുത്താരി എടുത്ത് തരട്ടെ? എന്തേതെങ്ങനെ പറയാം? നല്ല അടിപൊളിയായി. മാഗ്നേറ്റോ കറിയില്ല. കറി ഇതാ വെന്തോണ്ടിട്ടുണ്ട്. തക്കാളി ഉള്ളി ഒന്നും ഇടല്ലോ ഞങ്ങൾ മത്തിക്കറിയിൽ. തക്കാളിയും മുളകും ഉലുവയും കടുകും മാത്രമേ ഉള്ളൂ. വെളുത്തുള്ളി ഉണ്ട്. വെളുത്തുള്ളി ഒന്നും ഇടാൻ ഇപ്പം പറ്റൂല, പറ്റാത്ത സാഹചര്യമാണ് ഇപ്പം സംഭവം. എൻ്റെ ഉമ്മക്കും ഉപ്പക്കും വിട്ടെടുക്കാനുള്ള വീഡിയോയാ. എൻ്റെ അമ്മയും ഉപ്പയും എടുപ്പോയാ കാശ്മീരിൽ. ഇനി എന്താ പോകത്ത്? ഉപ്പയും അമ്മയും പോയില്ലേ? ഇനി എന്താ പോകത്ത് കാശ്മീരിൽ? ഇവിടെ അമ്മയും ഉപ്പയും കാശ്മീരിൽ പോയാട്ടോ. ഇവള് പോയില്ല, ഇവള് ഇവിടെ നിന്നതാ അല്ലേ. നമ്മൾ സിനുക്കാക്ക വന്നാൽ പാർക്ക് പോകില്ലേ? പോണ്ടേ? സിനുക്കാക്കനെ പറയണം കേട്ടോ പാർക്ക് കൊണ്ടുപോവാൻ. ഈ പറയോ? ഈ പേര് വന്നിട്ട് നാ പാട്ട് പാട്. എന്തേ എൻ്റെ പേര് മോളെ? കട്ടറുമ്പിന്റെ. അരിയുമായി ചുണ്ടലി വന്നു, വിറകുമായി അനയ വന്നു, വെച്ചുവിയാൻ ഇച്ചയി വന്നു, വേവ് നോക്കാൻ പൂച്ചയി വന്നു, പരിപ്പ് വെച്ചു, പായസം വെച്ചു, പച്ചടി കിച്ചടി എല്ലാം വെച്ചു, എല്ലാവർക്കും കിട്ടി.
ആർക്കാ കിട്ടാത്ത എനിക്കോ? അതെന്താ ഇനി പോയില്ല? എന്നെ വിളിച്ചില്ല ഇനി? എന്താ ഇനി എന്താ പോയാന്ന്? എനിക്ക് വേണോ മുത്താറി ജ്യൂസ്? അല്ല മുത്താറി പായസം ഉമ്മച്ചി ഉണ്ടാക്കിയാ? ടേസ്റ്റിയാ? നിങ്ങൾ ഈ മോളെ എല്ലാ പണിയും ഞങ്ങൾക്ക് എടുത്തു തരും. മോളെ ഈ പോണ്ടട്ടോ മടൂർക്ക്. ഉമ്മയൊക്കെ വന്നാലും ഇവിടെ നിന്നോ? നമുക്ക് ഇവിടെ സ്കൂളിൽ ചേർത്തല്ലേ അമ്മ? ഇവിടെ MGM ചേർത്താം. ഇങ്ങാപ്പുക ഈ പോയില്ലേ ഇവിടെ സ്കൂളിൽ. ആരാ അടിച്ചാരോ? ഐഷു അടിച്ചാരോ? ആ വേസ്റ്റോ കാണുന്ന ഐഷു അടിച്ചാരോ? 3 ഒക്കെ ആകും എടുക്കാൻ. ഓരോന്നെടുത്താ പോരെ എത്താത്തേ. ഇതായി കേട്ടോ ഉച്ചക്ക് ചോറ്. ഞാൻ ഇത് വായിച്ചയ്ക്ക് വേണ്ടി വിളമ്പി വെച്ചതാണ്. സംഭവം ഞാൻ കഴിച്ച് ഫുഡ് പെട്ടെന്ന് ഞാൻ 12:45 കഴിച്ചു. ഞാൻ രാവിലെ നേരത്തെ ചായയൊക്കെ കുടിച്ചുകൊണ്ട് എനിക്ക് നല്ലോണം വിശക്കുണ്ടായി. എന്നോടാണ് വീഡിയോ എടുക്കുന്ന കാര്യം മറന്നുപോയി. അപ്പോൾ ചെറുപയർപ്പേരി, മീൻകറി, മീൻ പൊരിച്ച്, പപ്പടം പപ്പടമല്ല ഇതൊന്ന്, പിന്നെ അച്ചാറും അമ്മേൻ്റെ സ്പെഷ്യൽ കർമൂസൻ്റെ അച്ചാറാണ്, പപ്പായ അച്ചാർ, പിന്നെ ചമ്മന്തി ഉണ്ടായിട്ടോ. ചമ്മന്തി ഞാൻ മാത്രമേ കുട്ടികൾ വായിച്ച് കൊടുത്തില്ല. വായിച്ചയ്ക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ പിന്നെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം എടുത്തതാണ് കേട്ടോ. എന്നോട് മറന്നുപോയി അപ്പോൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി. അതുകൊണ്ട് അപ്പോൾ എടുത്തിട്ടില്ലയും. ഹേ ഗൈസ്, അപ്പം ഇപ്പം ഞാൻ ഫുഡൊക്കെ കഴിച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ ഇങ്ങാപ്പേക്ക് പോകാൻ നിൽക്കുകയാണ്. എന്തിനാന്ന് വെച്ചാൽ ഇസ്രം കാർഡ് ഉണ്ടാക്കണം. അതെന്താ സംഭവം എന്ന് വെച്ചാൽ എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. നഴ്സറിയിലത്തെ അംഗനവാടിയിലത്തെ ടീച്ചറാണ് പറഞ്ഞത്. അപ്പോൾ അത് പോയി ഉണ്ടാക്കാൻ പോവാണ്. പിന്നെ അമ്മക്കും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ട് അങ്ങനെ പോവാണ്. എനിക്കറിയില്ല ഈ വീഡിയോ നാണ്ടോന്ന്, കാരണം ഒരു കണ്ടിന്യൂ ഇല്ല വീഡിയോ. ഒന്ന് കഴിഞ്ഞ് വേറൊരു കട്ട് ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് ഇപ്പം നോക്കിയിട്ടോ. അപ്പോൾ വേറൊരു കട്ട് കഴിഞ്ഞ് വേറൊരു കട്ട് അങ്ങനെയൊക്കെ ആണ് ഉള്ളത്. ഞാൻ മാക്സിമം എന്തെങ്കിലുമൊക്കെ ആക്കി ചെയ്യാം. ഓക്കെ, എങ്ങനെയെങ്കിലുമൊക്കെ എഡിറ്റ് ചെയ്ത് ഒപ്പിക്കും. എനിക്കറിയില്ല. പിന്നെ ഉണ്ടല്ലോ, ഞാൻ ഇന്നലെ നഗ്നമായ സത്യം അറിഞ്ഞത് ഇവിടെ ഫുള്ള് കുരു. ഫേസിലൊക്കെ എൻ്റെ ഫേസിൽ ഇങ്ങനെ കുരു വരലേ ഇല്ല. എനിക്ക് വലിയ ടെൻഷനൊന്നുമില്ല. ആ കുരുവൊക്കെ അങ്ങ് പോയിക്കോളും. അതുകൊണ്ട് എനിക്ക് വലിയ ടെൻഷനൊന്നുമില്ല. അപ്പോൾ ഇപ്പം ഈങ്ങാപ്പുഴ പറഞ്ഞാൽ ഇവിടുന്ന് 1 കിലോമീറ്റർ ഉണ്ട്. ഞങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ള അങ്ങാടിയാണ് ഈ ഈങ്ങാപ്പുഴ. അപ്പോൾ അവിടെ പോയിട്ടാണ് വീട്ടിലുള്ള സാധനങ്ങളും എല്ലാം വാങ്ങൽ നമ്മൾ അടുത്തുനിന്നാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ പോണത്. പിന്നെ നമുക്ക് തേങ്ങ വെക്കാനൊക്കെ ഉണ്ട്. അങ്ങനെ കുറച്ച് പണിയുണ്ട്. എനിക്ക് അതിൻ്റെ ഇടയ്ക്കൊന്ന് ബാങ്കിൽ പോകാനുണ്ട്. അപ്പോൾ ഇവിടെ അടുത്താണ്, നടന്ന് പോകാനുള്ള ദൂരമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇവിടുന്ന് ബാങ്കിൽ പോകുമ്പോഴേക്ക് ഉമ്മ ഓട്ടോ വിളിച്ച് അങ്ങോട്ടെത്തും. അങ്ങനെ ആയിരിക്കും ഉണ്ടാവുക എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഐഷോ, നമ്മളെവിടെ പോവാ? എവിടെ പോവാ പറയേ? ഓളിൻ്റെ വീഡിയോ കണ്ടിരിക്കുക. എൻ്റെ 8ാം ക്ലാസ് ഒപ്പന അല്ലേ മോളെ? പൊന്നെ ഏതാ മനസ്സിലായോ? മനസ്സിലായില്ല പിന്നെ അദ്ദേഹത്തിന് കാണുക അതിലും വലുത്. അപ്പോൾ വെളു ഉണ്ട് കേട്ടോ. വെള് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, താത്തൻ്റെ മോളാണ്, 2ാമത്തെ മോളാണ്. ഓല് നാട്ടിലില്ല, ഓല് കാശ്മീരിൽ പോയാണ്. താത്തയും അളിയനും പിന്നെ 2 മക്കളും കേട്ടോ. ഇവൾക്ക് ടിക്കറ്റ് എല്ലാം എടുത്തിങ്ങും, പക്ഷേ അവൾ പോയില്ല. എന്താ വെച്ചാൽ അവൾക്ക് എല്ലാവരെയും കൂടെ കൊണ്ട് പോകുന്ന റിസ്ക്കാണ്. പിന്നെ ക്ലൈമറ്റ് ഒന്നും ഇവൾക്ക് തീരെ പറ്റൂല. അങ്ങനത്തെ ക്ലൈമറ്റ് ഒന്നും. ഇവിടെ ഓക്കെയാണ്. എപ്പോഴും ഇവിടെ വന്ന് നിൽക്കലുണ്ട് അമ്മേൻ്റെ കൂടെ. പക്ഷെ ഇപ്പോൾ അവൾ LKG-യിലാണ്. അതുകൊണ്ട് തന്നെ നിൽക്കൽ കുറവാണ്. കുറേ ആയിട്ട് നിൽക്കലായും. അപ്പോൾ ഇപ്പം ഏകദേശം ഓരോ 15 ദിവസത്തേക്കാണ് പോയത്. അപ്പോൾ ഇവിടെ ഏകദേശം ഇവിടെ 15 ദിവസം ഉണ്ടാവും ഇൻഷാല്ലാ. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നതാണോ അതോ ഇങ്ങനെ പറയണതാണോ ഏറ്റവും ബെറ്റർ ഒന്ന് ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാണ്. കാരണം ഏതാ ബെറ്റർ എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് ചെയ്യാമല്ലോ ഈ വീഡിയോ. പിന്നെ ഞാൻ ഇനി അങ്ങോട്ട് പോകണം ഫുൾ വോയിസ് ഓവറേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുമെന്ന് എനിക്കറിയില്ല. വീഡിയോ എടുത്താൽ തന്നെ വോയിസ് ഓവർ ആയിരിക്കും. ഓക്കെ, ഞാനും ഐഷും കൂടി ഈങ്ങാപ്പുഴക്ക് പോകാനും ബാങ്കിലേക്ക് ആദ്യം പോകാമെന്ന് വിചാരിച്ചിട്ടോ. ബാങ്കിൽ എത്ര ടൈം ഉണ്ടോയെന്ന് അറിയില്ലല്ലോ. പക്ഷെ പെട്ടെന്ന് കഴിഞ്ഞു കേട്ടോ. ബാങ്കിൽ ആകെ കുറച്ച് നേരമുള്ളത്. ഞങ്ങൾ നല്ല നേരത്തെ ഇറങ്ങിക്കും. 3 മണി ആയപ്പോഴത്തേന് ഇറങ്ങിക്കും. കാരണം അക്ഷയ പോകാനുള്ളത് കൊണ്ട് അക്ഷയ പോയാൽ നമുക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല എത്ര ടൈം അവിടെ നിൽക്കണമെന്നോ എത്ര ടൈം ആകുമെന്നൊന്നും. ചിലപ്പോൾ ഒരു ഭയങ്കര ലാഗാക്കലാണല്ലോ. പക്ഷേ ഇന്ന് ഞങ്ങൾക്ക് പെട്ടെന്ന് അക്ഷയയും ബാങ്കൊക്കെ പെട്ടെന്ന് കഴിച്ചിലായി കിട്ടോ. അപ്പോൾ ഞങ്ങൾ ബാങ്കിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അവിടെ ഓട്ടോ നിർത്തിയിട്ടുണ്ടായി. അപ്പോൾ അത് വിളിച്ചിട്ട് നമ്മൾ വീട്ടിൽ പോയിട്ട് ഉമ്മനെയും കൂട്ടിയിട്ടാണ് പിന്നെ ഈങ്ങാപ്പുഴക്ക് പോയത്. ഈങ്ങാപ്പുഴ ജസ്റ്റ് 1 കിലോമീറ്ററേ ഉള്ളൂ കേട്ടോ നമുക്ക് ഇവിടുന്ന്. പിന്നെ നമ്മൾ പോയി തേങ്ങ ഒക്കെ കൊടുത്തിട്ടോ. അവിടുന്ന് തേങ്ങ ഒക്കെ കൊടുത്തിട്ട് അതിന് ശേഷം പോയത്
ഇസ്രം കാർഡ് ഉണ്ടാക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അപ്പോൾ അവിടെ അതിന് ഇസ്രം കാർഡ് ഉണ്ടാക്കാൻ തീരെ ടൈം എടുത്തിട്ടില്ല. പെട്ടെന്ന് തന്നെ കഴിഞ്ഞേക്കും. ഒരു 10 മിനിറ്റൊക്കെ ഉള്ളു. എന്താ വെച്ചാൽ ഇവിടെ ആരും ഇല്ല കേട്ടോ, അതാണ് ഒന്നാമത്. പിന്നെ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കഴിഞ്ഞ്. പിന്നെ ഐഷുവിന് എന്തോ സ്ലൈഡൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു ഷോപ്പിൽ കയറി ഒക്കെ സ്ലൈഡും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊടുത്ത് അവളെ ഹാപ്പിയാക്കി. അതിന് ശേഷം നമ്മൾ പോയിട്ടുണ്ടായി ജ്യൂസ് കുടിക്കാനായി. അപ്പം 4 മണി ആയിട്ടേ ഉള്ളൂ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. പക്ഷെ എനിക്ക് ഭയങ്കര കുറേ ആയി ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കുന്ന, അപ്പോൾ എനിക്ക് പുറത്ത് പോയി ഫുഡൊക്കെ കഴിക്കാൻ ഇങ്ങനെ തോന്നുന്നുണ്ടായി. അപ്പം നമ്മൾ ഈങ്ങാപ്പുഴ പുതിയതായി തുടങ്ങിയിട്ട് ഒരു കഫേയിലാട്ടോ പോയി ചായ് വാല പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ നമ്മൾ ഓർഡർ ചെയ്തത് ഒരു മാംഗോ ജ്യൂസും ചിക്കും പിന്നെ എന്തോ ഒരു റോൾ, എന്താ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, റുമാലി റോള് അങ്ങനെ എന്തോ പറഞ്ഞു. പിന്നെ ബർഗറും ആയി. അപ്പോൾ ചിക്കു കൊണ്ടുപോകുന്നപ്പോൾ തന്നെ ഐഷു ഒന്നായിട്ട് തട്ടിമറിച്ചിട്ട് അതെന്താ വെച്ചാൽ ഓക്കന്നെ കുടിക്കണം എന്നും പറഞ്ഞിട്ട് ഓള് പെട്ടെന്ന് വാങ്ങിയതെങ്ങാനും അമ്മ കുടിപ്പിച്ച് കൊടുക്കാറുണ്ടപ്പോൾ ഓള് സമ്മതിച്ചില്ല. കൈ തട്ടി അപ്പോൾ ഒന്നായിട്ട് അവിടെ തൂത്ത്. പിന്നെ ഇത് അതിൻ്റെ ബാക്കിലുള്ള വ്യൂ ആട്ടോ. ഇതാണ് ഈങ്ങാപ്പുഴ. ഇതുകൊണ്ടാണ് ഈങ്ങാപ്പുഴ എന്ന് പേര് വന്ന് അവിടെ പ്ലേസിന്. ഓക്കെ, അവിടുത്തെ പുഴയാണ് കേട്ടോ അത്. പിന്നെ ഇത് ഇവിടേക്ക് ഇരിക്കണം എന്നുണ്ടായി, പക്ഷേ അമ്മാതിരി വെയില, നല്ല വെയിലുള്ള ടൈമിലാണ് പോയത്. ഉള്ളിലും ഭയങ്കര ചൂടായി കേട്ടോ. അതായത് എ സി ഒക്കെ ഉണ്ട്, പക്ഷേ എ സി ഒന്നും ഓണൊന്നും അല്ലായി. അപ്പോൾ ഉള്ളിലും നല്ല ചൂടായി. സ്റ്റാർട്ട് ചെയ്തിട്ട് ജസ്റ്റ് 3 ദിവസം എങ്ങാനും ആയിട്ടേ ഉള്ളൂ പറഞ്ഞ്. ഈ കഫേ ഇവിടുത്തെ തന്നെ ഉണ്ട്. അതായത് ഇതിന് മുമ്പ് വേറെ ടീമായും വേറെ പേരും ഒക്കെ ആയും, ഇതിപ്പോൾ പുതിയതാണ്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പോയത് നമുക്ക് വീട്ടിലേക്കുള്ള കുറേ സാധനങ്ങൾ വാങ്ങിക്കാണ്ടായും, അരി, ഗ്രോസറി ഐറ്റംസ്, അങ്ങനെ കുറച്ച് സംഭവങ്ങൾ വാങ്ങാണ്ടായി. ശരിക്കും എനിക്ക് കഥ ആരംഭിക്കുന്നത് ഇപ്പോഴാണ്. ഐഷു കച്ചറ തുടങ്ങി. ഓളെന്തോ ഒന്ന് കണ്ടിട്ട് ഭയങ്കര കരച്ചില്ല, അത് കിട്ടണം എന്നും പറഞ്ഞിട്ട്. എന്താ വെച്ചാൽ ഹോൾസെയിൽ ഷോപ്പ് പോയി ഞങ്ങൾ. അപ്പോൾ അവിടെ ഇങ്ങനെ മുട്ടായിയൊക്കെ കുറേ ഉണ്ടാവില്ലേ, ഈ ഷോപ്പിലേക്കുള്ള മുട്ടായി, അതിൻ്റെ വലിയൊരു പാക്ക് വേണമെന്നും പറഞ്ഞിട്ട്. അതും എന്താ പറയുക, 1 രൂപേൻ്റെ ഒരു കോലുമുട്ടായിയാണ്, അതിൽ 50 എണ്ണം ഉണ്ട്. അപ്പോൾ അതത്ര നല്ലൊന്നല്ലല്ലോ കഴിക്കുന്നത്. 50 രൂപയേ ഉള്ളൂ, പക്ഷെ എന്താ പറയുക അതിൽ കുറേ ഉണ്ട്. അപ്പോൾ അത് കിട്ടണം എന്നും പറഞ്ഞ് ഭയങ്കര കരച്ചില്ല. അതെന്താ വെച്ചാൽ ഒന്നാമത് ഓള് ഉച്ചക്ക് ഉറങ്ങുന്നതാണ്, എന്നാണ് നേരത്തെ എണീച്ചതും അല്ലേ. ഒക്കെ ഒന്നും ഉറങ്ങാൻ പറ്റിയില്ലല്ലോ ഇങ്ങോട്ട് പോകുന്നതും കൊണ്ട്. അവിടെ വീട്ടിൽ ഒറ്റയ്ക്ക് ആക്കാനും പറ്റില്ലല്ലോ, വേറെ ആരും അവിടെ ഇല്ല. പിന്നെ ഞാനും ഒരു വിധം അയക്കുന്നു. അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേക്ക് ഭയങ്കര ബാക്ക് പെയിൻ വന്നപ്പോൾ പിന്നെ ഉമ്മ എന്നോ പറഞ്ഞ് ഇനി അവിടെ ഇരുന്നോ പറഞ്ഞ്, അവിടെ ഒരു സ്റ്റൂളുണ്ട്, ഞാൻ അവിടെ ഇരുന്ന് ഉമ്മ സാധനങ്ങൾ വാങ്ങാൻ പോയി. ഇതൊക്കെ വാങ്ങി വെച്ച സാധനങ്ങളാണ്, ഉമ്മ പിന്നെയും വാങ്ങാൻ പോയതാണ് കേട്ടോ. ഞാൻ എന്നിട്ട് അവിടെ ഇരുന്ന് അത്രയ്ക്ക് നല്ലോണം എനിക്ക് ഞാൻ നല്ലോണം ടയേർഡുമായി, നല്ല ബാക്ക് പെയിനും ഉണ്ടായി കേട്ടോ. അതിന് ശേഷം ഞങ്ങൾ ഒരു ഓട്ടോ വിളിച്ചിട്ട് വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ ഏകദേശം ഒരു 5:30 ആയിട്ടില്ല എന്ന് തോന്നുന്നു, 5 മണിയൊക്കെ ആയിട്ടേ ഉള്ളൂ കേട്ടോ. എൻ്റെ മിന്നിപ്പൊന്നിനെ ആരാ പുറത്താക്കിയത്? അമ്മച്ചി പുറത്താക്കിയതാ? അമ്മനോട് മിണ്ടരുത് കേട്ടോ. നമുക്ക് അതേ പോണ്ട. ഇങ്ങോട്ട് വാ, ഫുഡൊക്കെ നേരത്തെ കഴിച്ചല്ലേ, ഇനി വേണ്ടല്ലോ ഫുഡൊന്നും ആണോ? രാത്രി പുറത്താട്ടോ നിൽക്കൽ. അങ്ങനെ മക്കളെ എടുത്തുപോയി മിന്നിയെ, ഇമോഷണൽ ഡാമേജ്. മിന്നിക്ക് ഇങ്ങോട്ട് വാ. മിന്നിക്ക് 2 മക്കളുണ്ടായി. അതിനെ പഠിത്ത് 2-3 ദിവസം മുന്നേ ഇപ്പോൾ സിനാൻക്ക് വന്ന് കൊണ്ടുപോയി 2 എണ്ണത്തിന്. സിനാക്കായ്ക്ക് ഏതോ ഫ്രണ്ടിന് മതിയായ ഇവിടുന്ന് ഭയങ്കര കച്ചറ. ഞാൻ എൻ്റെ ഫേസ് ഒന്നും കാണിക്കുന്നില്ല, മാതിരി ഞാൻ ടയേർഡായിട്ടുണ്ട്. മിന്നി അമ്മ ചീത്ത അറിയൂട്ടോ അകത്തേക്ക് പോയാൽ. എന്താ ഈ സാധനം ഒക്കെ ഞാൻ അപ്പം തിന്നാ, എനിക്ക് ചോറ് തിന്നാനാവും തോന്നില്ല. വേസ്റ്റ് ബാസ്ക്കറ്റ് അമ്മ ചീത്ത അറിയും. ഐഷോ എന്നല്ല മിന്നി എന്നല്ല എൻ്റെ പേര്, ഐഷുനാ. ഐഷുമ്മ ഇങ്ങോട്ട് വാ. എന്നോട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇനി നേരത്തെ എന്തിനായിരുന്നു ഒലൊളിച്ചത് പീടിയാന്ന്? എന്തിനായിരുന്നു ഒലൊളിച്ചത് പീടിയാന്ന്? ഈങ്ങാപ്പയെ മൊത്തം കേട്ടില്ലേ? ഇനി നൊലൊളിച്ചിട്ട് എല്ലാവരും നോക്കിയില്ലേ എന്നെ? ഉണ്ട്. പറ എന്തിനാ നൊലൊളിച്ചതെന്ന്? നാണോ എനിക്ക് പറയാന്? ഫോൺമ മതി ഇട്ടാ മോളെ കഴിച്ചേ. ഡിന്നർ ടൈം.
ഐശ്യോ ചോറിന് എന്തേത്തൊക്കെ കൂട്ടാനുള്ളത്? ചോറിന് എന്തൊക്കെ കൂട്ടാനുള്ളത് മോളെ? കറിയും മീനും ചെറുവാരും പപ്പടവും. ഗുഡ്. അച്ചാറാണ്ട? അച്ചാറാണോ? സ്പൂൺ അടിക്കുക അച്ചാറിന്. അപ്പോൾ അതാ ചോറുണ്ട്. ഞാൻ ചോറ് തിന്നണ്ട വിചാരിച്ചു, അമ്മാതിരിക്ക് വയറ് നിറഞ്ഞെടുക്കുകയാണ്. പക്ഷേങ്കിൽ ഞാൻ വിചാരിച്ചതിനിപ്പോൾ വിശക്കണ്ട വിചാരിച്ച്. അപ്പോൾ ഞാൻ ചോറ് തിന്നാൻ പോവാട്ടോ. അപ്പോൾ ഇതാട്ടോ ചോറ് തിന്ന്. എടുത്തോ, പക്ഷേ അത് വീണോ വരുത്, ഫോണാ എടുത്ത്. ഓക്കെ, ഞാൻ അങ്ങനെ ഈ ബോട്ടിൽ ഇങ്ങനെ വെക്കലാട്ടോ. ഞാൻ വെള്ളം കുടിക്കാൻ സുഖത്ത് ഇങ്ങനെ വെള്ളം പോയി വെക്കണം. അപ്പോൾ ഗൈസ് ചോറ് തിന്നാട്ടോ. പിന്നെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നത്, ഡേ ഇൻ മൈ ലൈഫൊക്കെ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട അപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റാ. ഞാൻ ഈ ചോറ് തിന്നിട്ട് എനിക്ക് കിടക്കും. അതാണ് ഡേ.